കേരളത്തിൽ അസംബ്ലി ഇലക്ഷൻ റിസൾട്ടുകൾ വാർത്താ ചാനൽസിലൂടെ കത്തി കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നത് തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഒരു സ്ഥാനാർത്ഥിയുടെ റിസൾട്ട് അറിയാനായിരിക്കും. എങ്കിൽ ആ സ്ഥാനാർത്ഥിയുടെ റേഞ്ച് എന്തായിരിക്കും എന്ന് ഊഹിച്ചു നോക്കിയേ. അത് മറ്റാരുമല്ല, ജോസഫ് വിജയ് എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ഇളയ ദളപതി വിജയുടെ. ഒരു പാർട്ടി ഉണ്ടാക്കി 2 വർഷത്തിനുള്ളിൽ തന്നെ റെക്കോർഡ് വിജയത്തോടെ അധികാരത്തിലെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അണ്ണൻ ഫ്ലവർ അല്ല ഫയർ തന്നെയാണെന്ന് പറയേണ്ടി വരും. 2024 ഓഗസ്റ്റിലാണ് TVK അഥവാ തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടി വിജയ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിലും 2026 നടന്ന അസംബ്ലി ഇലക്ഷൻ റിസൾട്ടിൽ ടോട്ടൽ 234 സീറ്റുകളിൽ 107 സീറ്റുകളാണ് TVK വിൻ ചെയ്തിരിക്കുന്നത്. എക്സിറ്റ് പോളുകളെ വരെയും ഞെട്ടിത്തരിപ്പിച്ച ഈ വിജയം ശരിക്കും തമിഴന്മാരോടൊപ്പം തന്നെ നമ്മൾ മലയാളികൾക്കും ഒരാഘോഷം തന്നെയാണ്. താരാരാധനയ്ക്കപ്പുറം വിജയ് എന്ന മനുഷ്യനിൽ തമിഴ്നാട്ടിലെ ജനങ്ങൾ കൊടുത്ത വിശ്വാസം കൂടിയാണ് ഈ ഒരു റിസൾട്ടിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ആ സ്പാർക്കിനെ ആളിക്കത്തിക്കാൻ സാധിക്കുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു അയാളുടെ സ്ട്രെങ്ത്. സോഷ്യൽ മീഡിയ ഒന്നടങ്കം വിജയ് അധികാരത്തിലെത്തില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോഴും എനിക്ക് എവിടെയൊക്കെയോ പ്രതീക്ഷയുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കരൂർ ആൾക്കൂട്ട ദുരന്തം പോലെയും വിജയുടെ പേഴ്സണൽ ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിവോഴ്സ് കേസുകളൊക്കെ വന്നപ്പോഴും അയാൾ തളർന്നിരുന്നില്ല. അയാളുടെ ഉള്ളിൽ എവിടെയൊക്കെയോ ആ ഒരു സ്പാർക്ക് ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ സുരേഷ് ഗോപിയാണ് വിജയ് എന്ന് കളിയാക്കി പറയുന്ന ഓരോ ആൾക്കാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വിജയ് TVK സ്റ്റാർട്ട് ചെയ്തത് മാത്രമേ നിങ്ങൾക്കറിയുള്ളൂ. അയാൾക്കൊരു പാസ്റ്റ് ഉണ്ട്. 2009 വിജയ് മക്കൾ ഏക്കം എന്നൊരു ട്രസ്റ്റ് തുടങ്ങിയിരുന്നു. ആ ട്രസ്റ്റ് വഴി ബ്ലഡ് ഡൊണേഷനും ഒരുപാട് സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാനും ഒരുപാട് ജോലിയില്ലാത്ത ആളുകൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഹെൽപ്പ് ചെയ്യാനും സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ തുടങ്ങിയ ഒരു ട്രസ്റ്റാണത്. അതുവഴി ഒരുപാട് പേർക്ക് സഹായങ്ങൾ ലഭിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ വിജയ് അധികാരത്തിലെത്തുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെ തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നോക്കിക്കാണുന്നത്. പക്ഷേ അധികാരത്തിലെത്തണമെങ്കിൽ ഇനിയും 11 MLA കൂടെ സഹകരിക്കണം. അത് എന്താകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ ഇത് വലിയൊരു നേട്ടം തന്നെയാണ്. ഇനി മുന്നോട്ട് എങ്ങനെയാണ് എന്നുള്ളത് കണ്ടു തന്നെ അറിയണം.